നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നങ്ങനെ കർക്കിടക മാസം 2-ാം തീയതി അല്ലേ. ഇന്നലെ കർക്കിടകം 1 ദക്ഷിണായന പുണ്യകാലം, കർക്കിടക പുണ്യകാലം ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ രാമായണ മാസം ആരംഭിച്ചു. വീടുകളിലൊക്കെ ശബ്ദമുഖരിതമായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ രാമായണത്തിൻ്റെ. ഇന്നലെ രാജേട്ടൻ്റെ അനിയത്തിയുടെ വീട്ടിൽ കുശലകുമാരി ഇന്ദുചൂടൻ അവരുടെ വീട്ടിൽ പോയി. ഇന്നലെ സന്ധ്യാനേരത്ത് അവിടെ ഒരു നല്ല രാമായണ പാരായണവും അതുപോലെ തന്നെ സത്സംഗവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലേക്ക് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായി. നേരത്തെ സന്ധ്യ ആകുമ്പോഴേക്കും വിളക്കൊക്കെ കൊളുത്തി ശിവതിക്കൊക്കെ വെച്ച് ഞങ്ങൾ കുശലകുമാരിയുടെയും ഇന്ദുചൂടൻ്റെയും വീട്ടിലേക്ക് പോയി. ആമ്പല്ലൂരാണ് കേട്ടോ വീട് അവരുടെ. അപ്പം അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ധ്യ ആയല്ലോ. സന്ധ്യ ഒന്നും മയങ്ങുമ്പോൾ രാമായണം വായിക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടു. അവർ ക്ഷണിച്ചേക്കണത് അവിടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും അവരുടെ വീട്ടിലുണ്ട്. നല്ല ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് കേട്ടോ. ഇന്നലെ അവിടെ അവതരിപ്പിച്ചത് അധ്യാത്മരാമായണം ആയിരുന്നില്ല, മുത്തശ്ശി രാമായണമായിരുന്നു. അധ്യാത്മരാമായണം ആകുമ്പോൾ ഒരു ദിവസം കൊണ്ട് പാരായണം അവസാനിക്കില്ലല്ലോ. 31 ദിവസം കൊണ്ടല്ലേ കഴിയുള്ളൂ. 45 മിനിറ്റ് ദൈർഘ്യമുള്ള മുത്തശ്ശി രാമായണമാണ് പാരായണം ചെയ്തത്. അപ്പോൾ രാമായണത്തിൻ്റെ തുടക്കം മുതൽ മുത്തശ്ശി കഥ പറയുന്ന രീതിയിൽ സംക്ഷേപിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു രാമായണം ആണ് മുത്തശ്ശി രാമായണം. അപ്പോൾ പൂർണ്ണമായിട്ടും രാമായണ കഥ നമുക്ക് മനസ്സിലാവും, സാധാരണക്കാർക്ക് മനസ്സിലാവും, പെട്ടെന്ന് കഴിയും ചെയ്യും. ഒരു ദിവസം കൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നന്നായിരുന്നു. ആ ഒരു സദസ്സിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ സാധിച്ചു. ഒരു ചെറിയ ഒരു സന്ദേശം കൊടുക്കണം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു സന്ദേശവും ഞാൻ ചെറുതായിട്ട് രാമായണത്തിൽ നിന്നുള്ള ഒരു ചെറിയ ടോപ്പിക് എടുത്തിട്ട് സന്ദേശവും കൊടുത്തു. മുത്തശ്ശി രാമായണം പാരായണം കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു ഭജനയൊക്കെ ഉണ്ടായിരുന്നു. ഗംഭീര ഭജനയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആരതിയും കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു. നല്ല ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഭാഗം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, വരൂ, നമുക്കും ആ സത്സംഗിൽ പങ്കെടുക്കാം. ഓക്കെ, ഞങ്ങളവിടെ ചെന്നപ്പോഴിതാ ശിവോതിക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പൂജ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഇതാ അറേഞ്ച്മെൻ്റൊക്കെ ആയിട്ടുണ്ട്. ശ്രീരാമൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണനെയും വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നു, കസേരയിലൊക്കെ ഇരിപ്പായി. പാടാനുള്ള മുത്തശ്ശി രാമായണം പാടാനുള്ള ഷീറ്റുകളെല്ലാവരും കൈപ്പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതാ തുടങ്ങാൻ പോവാണ് കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വരുന്നവർക്കൊക്കെ അവിടെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളത് കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഇരുന്ന് പാടാൻ തുടങ്ങുകയാണ് നമ്മുടെ പരിപാടി. അപ്പം ആദ്യം തന്നെ കുടുംബനാഥ കുശലകുമാരി വിളക്ക് കൊളുത്തി. ശുഭം കരോതി കല്യാണം ആരോഗ്യം ധനസമ്പദഃ ശത്രുബുദ്ധിവിനാശായ ദീപജ്യോതിർനമോസ്തുതേ. ദീപജ്യോതി പരബ്രഹ്മ ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ. കുടുംബനാഥനായിട്ടുള്ള ഇന്ദുചൂടൻ എല്ലാവർക്കും സ്വാഗതം പറയും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാവരും ഒരു മിനിറ്റ് കൈകൂപ്പി കണ്ണടച്ചിരിക്കുക. ഞാൻ ഉച്ചരിക്കുന്നത് ഓം ഗണേശായ നമഃ. ഓം ഗണേശായ നമഃ. ഓം സരസ്വതേ നമഃ. ഓം സരസ്വത്യൈ നമഃ. ഓം ശ്രീ സീതാരാമചന്ദ്രായ നമഃ. ഓം ശ്രീ സീതാരാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, വളരെ വിനയത്തോടും ഭക്തിയോടും കൂടി ഇന്ന് നാം മുത്തശ്ശി രാമായണ പാരായണം ആരംഭിക്കുകയാണ്.
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മുത്തശ്ശി രാമായണം. മഹാകവി തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണത്തിൻ്റെ വളരെ ലളിതമായ ഹൃദയസ്പർശിയായ ഒരു ആവിഷ്കാരമാണ് മുത്തശ്ശി രാമായണം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്ന തരത്തിൽ ഭക്തിയുടെയും ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂല്യങ്ങൾ അവരെ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരു മഹാരാജോ ഒരു അവതാര പുരുഷന് മാത്രമല്ല, സത്യം, ധർമ്മം, ദയ, ക്ഷമ, കരുണ എന്നിവയുടെ ജീവിക്കുന്ന ഒരു മാതൃകയാണ്. സീതാദേവി പരിഭാവനയുടെയും സഹനശക്തിയുടെയും പ്രതീകവും, ലക്ഷ്മണൻ സേവാഭക്തിയുടെയും മാതൃകയും, ശ്രീരാമ ഹനുമാൻ അചഞ്ചലമായ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ഒരു പ്രതീകം കൂടിയാണ്. രാമായണ പാരായണം എന്ന് പറയുന്നത് ഒരു വായനയല്ല, അത് ആത്മശുദ്ധിക്കും മനഃശാന്തിക്കും ധാർമ്മിക ജീവിതത്തിനും വഴികാട്ടുന്ന ഒരു ആത്മീയ സിദ്ധയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭഗവാൻ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ രാമായണ പാരായണം നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, സമ്പൽ സമൃദ്ധി, സൽബുദ്ധി, ഐശ്വര്യം എന്നിവ ഉടലെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ നല്ല സുദിനത്തിലെ ആദ്യ ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീരാമചന്ദ്ര സ്വാമികളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും ഈ ലോകത്തിനും തന്നെ സമാധാനവും ക്ഷേമവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ മുത്തശ്ശി രാമായണ പാരായണം ഇവിടെ 3 സെക്ഷനായിട്ടാണ് നടത്തുന്നത്. ഈ ചടങ്ങ് നടത്തുന്നത് 1 മുത്തശ്ശി രാമായണം, 2 ഇന്ന് രാമായണത്തെക്കുറിച്ച് സന്ദേശം നൽകൽ, അതുകൂടാതെ നമ്മൾ ഇവിടെ 10-20 മിനിറ്റിൻ്റെ ഒരു ഭജന, അതിനുശേഷം മാരുതി, അതിനുശേഷം ഒരു ലഘുഭക്ഷണം. എല്ലാവരും ഏകാഗ്രതയോടെ ഭക്തിയോടെ ഇതെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടി വിജയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന നല്ലവരായ എല്ലാവർക്കും സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ 2 വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പൂർണ്ണം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഇനി നമ്മൾ മുത്തശ്ശി രാമായണ പാരായണത്തിൽ കിടക്കുകയാണ്. നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്പീഡ് കൂടുകയോ അല്ലെങ്കിൽ സ്പീഡ് കുറയുകയോ ചെയ്യാത്ത രീതിയിൽ ഒരേ ട്യൂണിൽ എല്ലാവരും ഇത് വായിക്കാനായിട്ട് ശ്രമിക്കുക. അത് 4 വരി നമ്മുടെ രമേശ് പാടി നിങ്ങളെ താഴ്ത്തിക്കാണ് പാടുന്നത്. ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്താണ്, അതായത് താഴ്ത്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അത് പിന്നെ അതിൻ്റെ ബാക്കിലാണ് കേട്ടോ.
ഫസ്റ്റത്തെ വായിക്കാം. വായിക്കാതെ കേട്ട് പിന്നെ നമുക്ക് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. വെറ്റില ചെല്ലമെടുത്തു വെച്ചു മുത്തശ്ശിയൊന്നു മുറുക്കി കണ്ണടച്ചൊന്നു ജപിച്ചു പിന്നെ മുത്തശ്ശി പാടി തുടങ്ങി. രാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ. പണ്ട് ദശരഥ മന്നൻ മക്കളില്ലാതെ ദുഃഖിച്ച കാലം പുത്രകാമേറ്റി കഴിച്ചു. മക്കളുണ്ടായി 4 പേരപ്പോൾ മുത്തശ്ശി ഉള്ളം തെളിഞ്ഞു ചൊല്ലി രാമ ഹരേ ജയ രാമ. രാമനെ പെറ്റു കൗസല്യ കൈകേയിക്കു പിറന്നു ഭരതൻ. ലക്ഷ്മണ ശത്രുഘ്നരല്ലോ സുമിത്രയ്ക്കുള്ള 2 സുതന്മാർ. മുത്തശ്ശി കോരിത്തരിച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ. മക്കളിൽ മൂത്തവൻ രാമൻ സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരം. ലക്ഷ്മി ഭഗവതിയല്ലോ ജനകാത്മജയ സീത. മുത്തശ്ശി കയ്യിന കൂപ്പി ചൊല്ലി രാമ ഹരേ ജയ രാമ. ബാലകനാകിയ രാമൻ ബലവാനൻ ഒരിക്കൽ തെളിഞ്ഞു. രാക്ഷസന്മാരെ അകറ്റി ചെയ്തു മുനിക്ക. രാമരാമേതി ജപിച്ചു സദാ കണ്ണീരു തൂകുന്നു സീത. രാവണ കീർത്തനം പാടി കാവലാണല്ലോ രാക്ഷസിമാരും. മുത്തശ്ശി കണ്ണു നിറച്ചു ചൊല്ലി രാമ 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 രാമ. സൂതത്തിൽ സീതയെ കണ്ടു അടയാളവും കൈമാറി ദൂതൻ. പിന്നെ ഉദ്യാനം തകർത്തു അടിച്ചകുമാരനെ കൊന്നു. മുത്തശ്ശി കണ്ണും വിളിച്ചു ചൊല്ലി ദുഷ്ടവിനാശന രാമ. രാക്ഷസന്മാർ പിടികൂടി രാജ സന്നിധിയിൽ കൊണ്ടുവന്നു. നല്ല വിഭീഷണൻ ചൊല്ലു കേട്ടു കൊല്ലാതെ വിട്ടു കവിയെ. മുത്തശ്ശി ആശ്വാസത്തോടെ ചൊല്ലി സജ്ജന രക്ഷക രാമ. എങ്കിലും അഗ്നി കൊളുത്തി വാരി രക്കളി തീക്കളിയായി. മക്കളെണ്ണി വെച്ചു ലങ്കായൊട്ടു മുക്കാലും ചുട്ടു കരിച്ചു. മുത്തശ്ശി കയ്യും മലത്തി ചൊല്ലി ധർമ്മവിനാശക രാമ. ഒറ്റ കുതിപ്പിന് വായുപുത്രനെത്തി മഹേന്ദ്ര മുകളിൽ. രാമ ഹരേ ജയ രാമ. ശ്രീരാമ രാമ പാഹി മാം. ശ്രീരാമ രാമ പാഹി മാം. സീതാപതി രാമ പാഹി മാം. കൗസല്യപുത്രനേ പാഹി മാം. ശ്രീരാമ രാമ പാഹി മാം. ശ്രീരാമ രാമ പാഹി മാം. ശ്രീരാമ
യശോദയിൽ തുടങ്ങിയിട്ടുള്ള ആ രാക്ഷസ മിഥുനങ്ങളില് കാമമോഹിതനായ സീതയോട് കാമം കൊണ്ട് മോഹിതനായ ആ പുരുഷനെ, ആ രാക്ഷസനെ, രാവണനെ നീ വധിച്ചു. അതുകൊണ്ട് നീ ഒരുപാട് കാലം ദീർഘനാളത്തെ പ്രതിഷ്ഠയെ പ്രാപിക്കട്ടെ എന്ന് രാമന്റെ പക്ഷത്തിൽ മനസ്സിലായോ? അത് കഴിഞ്ഞ അദ്ദേഹം ഇത് ഇങ്ങനെ പാടിയല്ലോ. ഇത് 8 അക്ഷരം വീതമുള്ള 4 വരികളാണ്. അനുഷ്ടുപ്പ് വൃത്തം എന്നതിന് പറയാം. മാനിഷാദ പ്രതിഷ്ഠാം മഗമ ശാശ്വതീ സമ യൽ ക്രൗഞ്ചനുധനാദേക മവധി കാമമോഹിതം എന്ന് പറയുമ്പോൾ 8 അക്ഷരമുള്ള 4 വരി ഒരു ശ്ലോകം. അതൊക്കെ കഴിഞ്ഞു.